ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇത് ചപ്പാത്തി, ചോറ്, അപ്പം, ദോശ എന്നിവയ്ക്കെല്ലാം പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 മുട്ടയൊന്ന് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള പച്ചക്കറികളൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു തക്കാളി, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ സവാള അരിയുമ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ പച്ചക്കറികളെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഈ സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി ഈ മുട്ടയൊന്ന് തണുക്കാനായിട്ട് കുറച്ച് സമയം വെക്കാം. ഇപ്പോൾ സവാള എന്തായെന്ന് നോക്കാം. കണ്ടില്ലേ, സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ തക്കാളി കൂടി ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരണം. അതിനായിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തത്. നമുക്കിനി ഈ മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലകളുടെ പച്ചമണം പോകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്ക് മുട്ടയൊന്ന് പൊളിച്ചെടുക്കാം. അങ്ങനെ മുട്ടയെല്ലാം നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്രേവി എന്തായെന്ന് നോക്കാം. കണ്ടില്ലേ, ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ശകലം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് ഇത്. ദോശ, അപ്പം, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക് യു.